First of all, Crossroads School of Music invite you and welcome you wholeheartedly. മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് മ്യൂസിക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേരാണ് ഇന്നിവിടെ ഈ ലൈവിൽ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ മ്യൂസിക് തിയറി പഠിക്കണം എന്നുള്ളൊരു അതിശക്തമായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിട്ട് പഠിക്കാൻ സാധിക്കാതെ പലരോടും ചോദിച്ച് പല പുസ്തകങ്ങൾ റെഫർ ചെയ്ത് എവിടെന്നെങ്കിലൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം ആഗ്രഹത്തോടു കൂടെ ദാഹത്തോടു കൂടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെയൊക്കെയാണ് എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ ഇന്ന് ഇപ്പോൾ സ്വന്തമായിട്ടൊരു മ്യൂസിക് സ്കൂള് തുടങ്ങാൻ സാധിച്ചപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വളരെ പ്രോപ്പറായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മ്യൂസിക്കിന്റെ പഠനം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇന്ന് വളരെയധികം വേറൊരു മേഖലയിൽ കൊണ്ടുപോകാൻ സാധിച്ചതിന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഒരു ബേസിക് മുതലുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുക. എനിക്കറിയാം കുറച്ചു പേരെങ്കിലും മ്യൂസിക് പഠിച്ചിട്ടുള്ളവരുണ്ട്, കുറച്ചു പേരെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് അറിയാവുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് ഒന്നും അറിയാത്തവര്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് പോലും ഇല്ലാത്തവരുണ്ട്. അനേക വർഷങ്ങളായിട്ട് മ്യൂസിക്കിന്റെ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള പല രീതിയിൽ പല ലെവൽസിലുള്ള ആൾക്കാരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വെരി സ്ക്രാച്ച് ലെവൽ മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് അറിയാവുന്നവർ സദയം ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമയോട് കൂടി ഇരിക്കുക. അപ്പൊ ഒന്നും അറിയാത്തവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഞാനിവിടെ പറയാൻ പോകുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൗണ്ട് ആൻഡ് മ്യൂസിക്. നമുക്കറിയാം എല്ലാ മ്യൂസിക്കും സൗണ്ടാണ്, എന്നാൽ എല്ലാ സൗണ്ടും മ്യൂസിക് ആകണമെന്ന് നിർബന്ധമില്ല. അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. എവറിത്തിങ് മ്യൂസിക്കൽ ഈസ് മെയ്ഡ് ഫ്രം സൗണ്ട്, ബട്ട് ഓൾ സൗണ്ട്സ് ആർ നോട്ട് മ്യൂസിക്കൽ. വി ക്യാൻ കാറ്റഗറൈസ് സൗണ്ട് ആസ് the whole set of sound, അതിൻ്റെ ഉള്ളിൽ ഒരു സബ്സെറ്റ് ആയിട്ട് മ്യൂസിക്കൽ സൗണ്ട്. നൗ നമ്മൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സയൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മ്യൂസിക്കിനകത്ത് കുറച്ച് സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈബ്രേഷൻ ഓഫ് എയർ പാർട്ടിക്കിൾസ് ആണ്. ഇനി ദ ടൈപ്പ് ഓഫ് വേവ് ഫോംസ് പ്രൊഡ്യൂസ്ഡ് മേക്സ് വൺ സൗണ്ട് ഡിഫറെന്റ് ഫ്രം അതർ. ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും രണ്ട് തരം വേവ് ഫോംസ് ഇവിടെ കാണാം. ഒന്ന് ഒരു ഡോർ സ്ലാം ചെയ്യുന്നതിന്റെ ഒരു വേവ് ഫോം ആണ്. ഈ വേവ് ഫോമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജെർക്കി ആൻഡ് ഇറഗുലർ. ഒരു റെഗുലർ പാറ്റേൺ അല്ല, ഇറഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലുള്ള ഒരു വേവ് ഫോം ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ താഴെയുള്ള ഒരു വേവ് ഫോം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു വേവ് ഫോം ഓഫ് എ ഗിറ്റാർ സ്ട്രിങ്. ഗിറ്റാറിൽ ഒരു സ്ട്രിങ് തട്ടുന്നതിന്റെ ഒരു ശബ്ദമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഹിയർ? ദ വേവ് ഫോം ഈസ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ. നിങ്ങളത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ കൃത്യമായിട്ടുള്ള അളവിൽ മുകളിലോട്ടും താഴേക്കും പോയി അത് സ്ലോലി അത് ലോപിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ ഒരു റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Now, a musical sound has a strongly regular waveform. This waveform has a constant peak-to-peak distance. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മുകളിലേക്ക് പോകുന്ന ദൂരത്തിന്റെ അതേപോലെ തന്നെ താഴേക്ക് ഒരു ട്രാവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിനുസോയിഡൽ വേവ് എന്ന് നമ്മൾ ഇതിനെ പറയുന്നത്. When we hear a regular vibration, our ear detects it as a frequency which we identify as a pitch of a musical note. അതായത് ഒരു റെഗുലർ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു റെഗുലർ വൈബ്രേഷൻ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചെവി എന്താ ചെയ്യുന്നത്? ചെവി അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി അത് ഐഡന്റിഫൈ ആണ്. അതിൽ നിന്നും കേൾക്കുന്ന ഒരു ഫ്രീക്വൻസിനെ ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ പിച്ച് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്.
അപ്പൊ ഇറഗുലർ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബിക്കംസ് ജസ്റ്റ് എ സൗണ്ട്, നോട്ട് എ മ്യൂസിക്കൽ നോട്ട്. നമുക്കറിയാം ഒരു ഡോർ സ്ലാം ചെയ്യണത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടി വെച്ച് അടിക്കുന്നത്. അപ്പോ ഇതെല്ലാം ഡിഫറൻസ് ഉണ്ടാക്കുന്ന എന്താണ്? മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതിനൊരു റെഗുലർ വൈബ്രേഷൻ ആയിരിക്കണം, റെഗുലർ ആൻഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആയിരിക്കണം. നൗ a non-musical sound has a complex irregular waveform. ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും ഒരു ജസ്റ്റ് ഒരു സൗണ്ട്, ഒരു എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ ഒരു ഡോറ് സ്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർ വന്ന് ഇടിക്കുന്നത്. ഇതിനൊക്കെ ഒരു ഇറഗുലർ വേവ് ഫോം ആയിരിക്കും ഉണ്ടാവുക. There is no strong regularity of frequency from which we can pick up a musical tone or pitch. Now, almost all the sounds are a mixture of both regular and irregular wave sound. ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു ഡ്രംസ് നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു കിക്ക് ഡ്രം ഉണ്ട്, സ്നെയർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു പിച്ച് ഉണ്ട്, പിച്ചുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട്, പിച്ച് ഇല്ലാത്തതുണ്ട്. അപ്പൊ പിച്ച് ഉള്ളത് വരുമ്പോൾ എന്താണ് വാട്ട് ഹാപ്പൻസ്, അവിടെ എന്തെങ്കിലും സം കൈൻഡ് ഓഫ് റെഗുലാരിറ്റി അതിനകത്ത് ഉണ്ടാവും. അപ്പോഴാണ് അതിനകത്ത് നമുക്ക് പിച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഒത്തിരി സമയം ഒരുപക്ഷെ മേ ബി എന്നാ പറയുന്നത്, കുറേ സയൻസ് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ബോറടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ കുറച്ചൊരു സയൻസും കൂടി ക്ലബ് ചെയ്ത് പറയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദി ഐഡിയ. നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഓക്കെ, വിൽ കം ബാക്ക് ടു ദ സെഷൻ നൗ. there are two main properties of irregular vibration. രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടി നമുക്ക് ഈ വൈബ്രേഷനിൽ കാണാനായിട്ട് പറ്റും സൗണ്ട് വേവിന്റെ. എന്തൊക്കെയാണത്? ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. ഇത് രണ്ടും സൗണ്ടിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. ഈ രണ്ട് പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വെക്കണം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആംപ്ലിഫയർ കേട്ടിട്ടുണ്ടാവും. എന്താണ് ആംപ്ലിഫയർ? നമ്മളൊരു മൈക്കിൽ കൂടെ ഒരു കാര്യം പറയുന്നു, അത് ആംപ്ലിഫയർ ആണ് അതിനെ ലൗഡായിട്ട് പുറത്ത് കേൾപ്പിക്കുന്നത്. സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ലൗഡായിട്ട് കേൾപ്പിക്കുന്നു. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ സൈസ് ഓഫ് ദ വൈബ്രേഷൻ. ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ ലൗഡ് ദ സൗണ്ട് ഈസ്. Amplitude is the parameter which determines the loudness or gain of a sound. നിങ്ങൾ ഇവിടെ രണ്ട് പടങ്ങൾ കാണാം, രണ്ട് ചിത്രങ്ങൾ ഇവിടെ കാണാം. ഒരു ലോ ആംപ്ലിറ്റ്യൂഡ് ഉള്ളിടത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ വേവ് ഫോമിന്റെ തിക്നെസ് കുറവാണ്. ഐ മീൻ മുകളിലേക്കും താഴേക്കുമുള്ള തിക്നെസ് കുറവാണ്. ഹൈ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ലൗഡ് വോയിസ് ഉള്ള ഒരു വേവ് ഫോമിനാണെങ്കിലോ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, തിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Now, the second property is frequency. Frequency എന്ന് പറയുമ്പോഴത്തേക്കും it's the speed of vibration or is the number of wave cycles that occurs in per second. Determines the pitch of sound. Frequency എന്ന് പറയുന്നത് പിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് ഈസ് എന്താ പറയുന്നത് ലൗഡ്നെസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്, പിച്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് സയൻസ് സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി മാത്രം. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെർട്സ്. എ ഫ്രീക്വൻസി ഓഫ് 1 hertz means 1 wave cycle per second. A frequency of 10 hertz means 10 wave cycle per second, where the cycles are much shorter and closer together. ഇനി ഇതിന്റെ എല്ലാം ഈ വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി അവൈലബിൾ ഫോർ യു. അപ്പൊ കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നതാണ് ദ നോട്ട് എ എന്ന് പറഞ്ഞ നോട്ട്. അതായത് ഇപ്പൊ നമ്മള് ഈ ഒരു നോട്ട് ദ എ which is above middle C has the frequency of 440 hertz. 440 hertzലാണ് എ എന്ന് പറയുന്ന നോട്ട്. അത് ഈ എ എന്ന് പറയുന്ന നോട്ട് എന്താണ്, മിഡിൽ സി എന്താണ്, ഇതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യും. എങ്കിലും ഞാനൊരു ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം പറയണേ. അപ്പൊ എ എന്ന് പറഞ്ഞ നോട്ട് 440 ഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ പ്രതിപാദിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മള് പിച്ചിനെ കുറിച്ച് പറഞ്ഞു,
അത് ഫ്രീക്വൻസി ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു, അത് ലൗഡ്നെസ് ആണ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ മ്യൂസിക്കൽ സൗണ്ട്സിനെ പറ്റി പറഞ്ഞു. ഇനി ഈ മ്യൂസിക്കൽ ഒരു സൗണ്ട് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അതിനെ പറയും അതൊരു നോട്ടാണെന്ന് നമ്മൾ പറയും, അല്ലെ? എല്ലാ പാട്ടുകളും എല്ലാ ഡിഫറെന്റ് മ്യൂസിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള നോട്ടുകളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ Twinkle little star, how I wonder what you are. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ട്. ഈ പാട്ടിനകത്ത് എത്രത്തോളം നോട്ട്സ് ഉണ്ട് നമുക്കറിയാം. ഇത് 2 നോട്ടാണ്. That's another note. അതും വേറെ നോട്ട്. അപ്പോ അങ്ങനെ ഒത്തിരി അധികം നോട്ടുകൾ കൂടി ചേർന്നാണ് ഒരു മ്യൂസിക് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മ്യൂസിക് നോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൺ മ്യൂസിക് നോട്ട്? അതാണ് നമ്മളിവിടെ പ്രതിപാദിക്കാനായിട്ട് പോകുന്നത്. ഒരു മ്യൂസിക് നോട്ടിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. മ്യൂസിക്കൽ നോട്ട് ഹാസ് ഗോട്ട് എ ഡെഫിനിറ്റ് പിച്ച്. ഒരു മ്യൂസിക് നോട്ടിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പിച്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മ്യൂസിക് നോട്ടിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും. ഡ്യൂറേഷൻ എന്താണ്? ആ നോട്ട് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നു. ഇപ്പോ ഫോർ എക്സാമ്പിൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ, അതെല്ലാം ഇപ്പൊ നമ്മള് ഒരു ബീറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 1 2 3 4 ട്വിങ്കിൾ ട്വിങ്കിൾ എല്ലാം ഓരോ ബീറ്റ് വെച്ചിട്ട് ഓരോ നോട്ടും പോകുന്നത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, അതിൽ സ്റ്റാർ മാത്രം 2 ബീറ്റിന്റെ ലെങ്ത് എടുക്കുന്നുണ്ട്. ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അതായത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ള പാട്ടിനകത്ത് നമ്മൾ ഓരോ നോട്ടും ഓരോ ബീറ്റ് വെച്ചിട്ട് വരുന്നതായിട്ട് നമുക്ക് ആദ്യം കാണാം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ആ സ്റ്റാർ എന്ന് പറയുന്നിടത്ത് മാത്രം 2 ബീറ്റ് വരുന്നുണ്ട്. അപ്പോ ആദ്യത്തെ 4 നോട്ടുകൾക്കും ഓരോ ബീറ്റിന്റെ ഡ്യൂറേഷൻ വന്നെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന നോട്ടിന് 2 ബീറ്റിന്റെ ഡ്യൂറേഷൻ ഉണ്ടായി. അതാണ് വ്യത്യാസം. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വ്യത്യാസം അതാണ്. അപ്പോ ഓരോ മ്യൂസിക് നോട്ടിനും ഇറ്റ് ഹാസ് ഗോട്ട് എ ഡെഫിനിറ്റ് ഡ്യൂറേഷൻ. നൗ ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഡെഫിനിറ്റ് ഡൈനാമിക്സ് ഓർ ഇന്റൻസിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ഇന്റൻസിറ്റി ഓർ ഡൈനാമിക്സ്? അതായത് ഇന്റൻസിറ്റി ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എമംഗ് ഡൈനാമിക്സ്. അപ്പൊ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടിന് ഉണ്ടാകാവുന്ന പ്രത്യേകതകളാണ്. അതായത് എത്ര ലൗഡായിട്ട് നമുക്ക് ഒരു നോട്ടിനെ പ്ലേ ചെയ്യാം, എത്ര സോഫ്റ്റ് ആയിട്ട് ഒരു നോട്ടിനെ പ്ലേ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഡൈനാമിക്സ് എന്ന് പറഞ്ഞതിനകത്ത് വരുന്നത്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. ഒരു മ്യൂസിക്കൽ നോട്ട്, ഒരു മ്യൂസിക് നോട്ടിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പിച്ച് ഉണ്ട്. അത് ഏത് പിച്ചാണ്? ഇത് രണ്ട് പിച്ചാണ്. അപ്പൊ ഏത് പിച്ചാണ് അത് ആ നോട്ടിന് കിട്ടുന്നത് എന്നുള്ളത് ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ നോട്ടിന് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഉണ്ട്. ആൻഡ് ദ തേർഡ് വൺ, ആ ഓരോ നോട്ടിനും ഒരു പ്രത്യേകമായിട്ടുള്ള ഇന്റൻസിറ്റി, ഹൗ ലൗഡ് ഇറ്റ് ഈസ് ബീൻ പ്ലേഡ് ഓർ ഹൗ സോഫ്റ്റ് ഇറ്റ് ഈസ് ബീൻ പ്ലേഡ്. എത്ര സോഫ്റ്റ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്, എത്ര ലൗഡ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ള എല്ലാ പ്രത്യേകതകളും ഇതിനകത്തോട്ട് വരുന്നു. നൗ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും പിച്ചിനെ കുറിച്ച് നമ്മൾ ഈ ഓരോ പോയിന്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിച്ച് ബേസിക്കലി ഇറ്റ്സ് എ ഫ്രീക്വൻസി. നമ്മൾ ആദ്യം പറഞ്ഞു, അതിന്റെ സയൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി എല്ലാ പിച്ചും നമ്മുടെ ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ സാധിക്കുമോ? പറ്റത്തില്ല. ഹ്യൂമൻ ഇയറിന് ഓഡിബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ്. അത് ആ ഒരു റേഞ്ചിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം കേൾക്കുകയുള്ളൂ. എന്നാൽ ചില മൃഗങ്ങളുണ്ട്, അവർക്ക് ഇതിന്റെ അപ്പുറത്തേക്കുള്ള ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോ ഒരു കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ഭൂകമ്പമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും അറിയാണ്ട് അവിടെ കൂളായിട്ട് നടക്കും, പക്ഷെ മൃഗങ്ങളൊക്കെ ഓടി രക്ഷപ്പെടും. ലാസ്റ്റ് വലിയ സുനാമി പോലുള്ള സാധനങ്ങളൊക്കെ വന്ന് നമ്മുടെ മേത്ത് വന്ന് വീഴും. കാരണം എന്താണ്? ഈ മൃഗങ്ങൾക്ക് അതില് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത ചില ഫ്രീക്വൻസീസ് അവർക്ക് കേൾക്കാനുള്ള കഴിവുണ്ട്.
അപ്പൊ ഈ വലിയ സുനാമിയൊക്കെ വരുമ്പോഴത്തേക്കും വളരെ ലോ റേഞ്ചിലുള്ള ഒരു ഫ്രീക്വൻസി റേഞ്ച് ആയിരിക്കും ഒരു പക്ഷേ വരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇത് ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും. ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അത്രയും ഹൈയിലുള്ള ഫ്രീക്വൻസീസ് ഒക്കെ വരുന്നുണ്ടാവും. ഇത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്നാൽ ചില മൃഗങ്ങൾക്ക് ഇതെല്ലാം കേൾക്കാനായിട്ട് സാധിക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവർ ഓടി രക്ഷപ്പെടും. അപ്പോ ഇറ്റ്സ് ഒരു പ്രത്യേകതയാണത്. നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഈസ് ബിറ്റ്വീൻ 20 Hz to 20,000 Hz. ഓക്കെ. സോ ദെൻ ഹൗ മെനി പിച്ചസ് ഓർ ഹൗ മെനി നോട്ട്സ് ആർ there? എത്ര നോട്ടുകൾ, മ്യൂസിക്കൽ നോട്ട്സ് ഉണ്ട്? There are infinite number of pitches or notes. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇവിടെ വായിക്കുന്ന കീബോർഡ്, ഈ വായിക്കുന്ന കീബോർഡിനകത്ത് എത്രത്തോളം നോട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഇത്രയും നോട്ടുകളാണ് ഇപ്പൊ ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്ന കീബോർഡിനകത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇനി ഇപ്പോ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് പിയാനോ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നമ്പർ ഓഫ് കീസ് കൂടുതലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പിയാനോ. അപ്പോ പിയാനോയിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ 88 കീസ് ഉണ്ട് പിയാനോക്കകത്ത്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമുക്ക് നോട്ട്സ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി there are pitches or notes which our ear cannot hear. For example, ഒരു low frequency sonic boom എന്ന് പറയും, below 20 Hz. അതുപോലെ തന്നെ കോൺവേർട്ട് ജെറ്റ് വൈബ്രേഷൻ, അതായത് ഒരു അതിൻ്റെയൊക്കെ ഒരു വൈബ്രേഷൻ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. പല സംഗതികളും ചിലപ്പോൾ പൊട്ടി തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടുത്തൊന്നും അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഹൈ ഫ്രീക്വൻസി, ഇപ്പൊ ഒരു ബാറ്റ്, വവ്വാലൊക്കെ പോലുള്ള മൃഗങ്ങൾക്ക് അവർക്ക് 20,000 Hz മുകളിലേക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പൊ അവർക്ക് അവരുടെ വഴിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് അവർ ഈ ഒരു ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് അവർ കണ്ടുപിടിക്കാറുണ്ട്. നൗ ബട്ട് വി ഹാവ് എ ചോസൺ സെറ്റ് ഓഫ് പിച്ച് ഓർ നോട്ട്സ് വിച്ച് വി യൂസ് ഇൻ മ്യൂസിക്. നമ്മുടെ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന പിച്ചുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, പിയാനോ കണ്ടോ, 88 കീസിന്റെ ഒരു പിയാനോ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. Piano has got 88 keys. It represents 88 different pitches. That means different frequencies. ഇതാണ് ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. These notes, these different notes are repetitions of a 7-note pattern. 7 musical notes-നെ പറ്റി ഇപ്പൊ നമ്മള് ഇപ്പൊ മ്യൂസിക്കിന്റെ ഡിഫറെന്റ് നോട്ടുകളെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക. നമ്മൾ എപ്പോഴും പറയാറുണ്ട് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ, 7 സ്വരങ്ങള്, 7 സ്വരം പാട്ടൊക്കെ ഉണ്ടല്ലേ, 7 സ്വരങ്ങളും അപ്പം ഇന്ത്യൻ മ്യൂസിക്കിലാണെങ്കിലും വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിലും ഏത് മ്യൂസിക് ശാഖ എടുത്ത് നോക്കിയാലും വേൾഡ് വൈഡ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മ്യൂസിക്കിന്റെ ശാഖകൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രത്യേകതയാണ് 7 മ്യൂസിക് നോട്ടുകൾ, 7 സ്വരങ്ങൾ ഉള്ളതായിട്ട് എല്ലാ സ്ഥലത്തും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യൻ മ്യൂസിക്കിൽ അതിനെ നമ്മൾ പറയും, പാടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്വരം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ രേ ഗ മ പ ധ നീ സ. അതായത് സായിൽ നിന്ന് തുടങ്ങി നമ്മൾ മറ്റൊരു സായിൽ അവസാനിക്കും. രണ്ടും ഒരേ സ്വരം തന്നെ, പക്ഷെ ഒന്ന് അതിന്റെ ഡബിൾ ദ ഫ്രീക്വൻസി ആയിട്ട് വരുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഈ സാ എന്ന് പറയുന്ന സ്വരത്തിന്റെ ഡബിൾ ദ ഫ്രീക്വൻസി ആയിരിക്കും അടുത്ത സാ വരുന്നത്. അപ്പൊ ഒന്നുകൂടി പാടാം. സ രേ ഗ മ പ ധ നീ സ. ഇനി അവിടുന്ന് നമ്മൾ പോയ സ രേ ഗ മ പ ധ നീ സ. അപ്പോ അവിടെയും സ എന്ന് പറയുന്നത് അതിന്റെ അടുത്ത ഫ്രീക്വൻസി ഡബിൾ ചെയ്തിട്ട് വരുന്ന ഒരു നോട്ടായിട്ട് വരുന്നത്. പിന്നെ അഗൈൻ
ലോയിലേക്ക് പോവാണെങ്കിൽ അപ്പോ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പാറ്റേൺ, ഈ 7 മ്യൂസിക് നോട്ടിന്റെ ഒരു പാറ്റേൺ ക്രമമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നമുക്ക് കാണാം. സരിഗമപധനിസ ഒരു പാറ്റേൺ, സരിഗമപധനിസ ഒരു പാറ്റേൺ, സരിഗമ അവിടുന്ന് മുകളിലേക്ക് വേറെ പാറ്റേൺ. അപ്പൊ അതുപോലെ തന്നെ താഴേക്കും അവിടുന്ന് ഇങ്ങനെ ലോ രജിസ്റ്ററിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോ ഞാനിപ്പോ പറഞ്ഞത് കർണാട്ടിക് മ്യൂസിക്കിലുള്ള 7 സ്വരങ്ങളുടെ രീതിയാണ് ഞാനിപ്പോ പാടി കേൾപ്പിച്ചത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലാവുമ്പോഴത്തേക്കും രി എന്നുള്ളതിന് പകരം അവർ സാധാരണ രേ എന്നാണ് പാടുന്നത്. അപ്പോ രി എന്ന് പറയുന്നത് രേ എന്ന് ആണ് അവിടെ ഉച്ചരിക്കുക. ആ 2 മ്യൂസിക്കിന് 2 രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ്. ആ ഒരു മ്യൂസിക്കിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ആ മ്യൂസിക് ശാഖയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നൗ യൂറോപ്യൻ മ്യൂസിക്കില് സിംഗിങ്ങിന് വേണ്ടി ഈ സ്വരങ്ങള് സിംഗിങ്ങിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില സിലബിളുകളുണ്ട്. നമ്മൾ അതിനെ സോൾഫേജ് നമ്മൾ പറയും. അത് ഏതൊക്കെയാണ്? ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഡോ റേ മീ ഫാ സോ ലാ ടി ഡോ, do ti la so fa mi re do, do re mi fa so la ti do, do ti la so fa mi re do. അപ്പോ ഇന്ത്യൻ മ്യൂസിക്കില് നമ്മള് ഈ ഓരോ ശ്രുതിക്ക് നമ്മള് പാടാൻ ഉള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സ്വരം ഉപയോഗിച്ചതുപോലെ തന്നെ വെസ്റ്റേൺ മ്യൂസിക്കില്, യൂറോപ്യൻ മ്യൂസിക്കില് അവര് പാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിലബിളിനെയാണ് സോൾഫേജ് സിലബിൾ എന്ന് പറയുന്നത്. സോൾഫേജ്. അപ്പൊ സോൾഫേജ് സിലബിള് ഏതൊക്കെയാണ്? ഡോ, റേ, മീ, ഫ, സോ, ല, ടി, ഡോ. നേരത്തെ അത് സി എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് സോലും സിയും കൂടെയുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ ടി എന്ന് പല സ്ഥലങ്ങളിലും മാറി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ഇതാണ് സോൾഫേജ് ഓഫ് യൂറോപ്യൻ മ്യൂസിക്. നൗ ഇപ്പൊ നമ്മള് പാടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിലബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു മ്യൂസിക് എഴുതണമെങ്കിലോ, എന്ത് കാര്യവും എഴുതണമെങ്കിൽ അതിനൊരു ആൽഫബറ്റ് ആവശ്യമാണ്. ആൽഫബറ്റോട് കൂടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്റ്റോറി എഴുതണമെങ്കിൽ ആൽഫബറ്റ് ഉണ്ടെങ്കിലേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മ്യൂസിക്കിന് എഴുതാനായിട്ട് എന്ത് ആൽഫബറ്റാണ് നമ്മൾ ഉപയോഗിക്കുക? മ്യൂസിക്കിന്റെ ആൽഫബറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 7 അക്ഷരങ്ങളാണ്. ഏതൊക്കെയായിരിക്കാം 7 അക്ഷരങ്ങൾ? നമുക്കൊന്ന് ചുമ്മാ ഒന്ന് എഴുതി നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 7 അക്ഷരങ്ങൾ എ ബി കാണാൻ സാധിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എ ബി സി ഡി ഇ എഫ് ജി. കറക്റ്റ് അല്ലേ? 1 2 3 4 5 6 7 7 അക്ഷരങ്ങൾ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 7 അക്ഷരങ്ങളാണ് ഞാനിവിടെ എഴുതിയത്. ഈ 7 അക്ഷരങ്ങളാണ് നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കില് മ്യൂസിക്കിനെ എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ പാടി കേട്ടതിനെ നമ്മളിതിനെ ഇതിന്റെ ആൽഫബറ്റ് എഴുതുകയാണെങ്കിൽ ഒരു വ്യത്യാസമുള്ളത്, നമ്മളിവിടെ ഈ സി മുതലാണ് നമ്മളിതിനെ എഴുതുക. അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക? സി മുതൽ നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സി ഡി ഇ എഫ് ജി, ദെൻ എ ബി സി ഡിയിലെ എ ഇവിടെ വരും, ദെൻ ബി ആൻഡ് സി. ഒന്നുകൂടി പറയാം. സി ഡി ഇ എഫ് ജി, ദെൻ എ ബി സി. അപ്പൊ നമുക്ക് ഇവിടുന്ന് അഗെയിൻ നമുക്ക് സി ഡി എഫ് ജി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് പുറകോട്ട് പോവുകയാണെങ്കിലോ സി ബി എ ജി എഫ് ഇ ഡി സി. അപ്പോ മ്യൂസിക്കിന്റെ ആൽഫബറ്റ് എന്ന് പറയുന്നത് സി ഡി ഇ എഫ് ജി എ ബി സി. നമുക്കൊന്ന് പാടി നോക്കിയാലോ?
അപ്പം നമ്മൾ എപ്പോഴും പാടുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ എല്ലാം ഉറക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ലെറ്റ്സ് ജസ്റ്റ് സിംഗ്. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം നമുക്കൊന്ന് പാടി നോക്കാം. ഇന്ത്യൻ മ്യൂസിക്കിന്റെ സ്വരവും ഒപ്പം വെസ്റ്റേൺ മ്യൂസിക്കിന്റെ നോട്ടുകൾ നമുക്ക് പാടി നോക്കാം. നമുക്ക് എന്റെ കൂടെ ഒന്നിച്ച് പാടാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പാടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കൂടെ അത് കണ്ടുകൊണ്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ ഞാനത് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും കൂടെ കണ്ടുകൊണ്ട് പാടാനായിട്ട് പറ്റും. ഓക്കെ, ലെറ്റ്സ് സിംഗ് വൺ മോർ ടൈം. നമുക്ക് യൂറോപ്യൻ രീതിയിൽ നമുക്കൊന്ന് പാടി നോക്കാം. അതിന്റെ സോൾഫേജ് സിലബിൾ വെച്ചുകൊണ്ട് ഡോ റേ മി ഫാ സോ ലാ ടി ഡോ. ലെറ്റ്സ് സിംഗ്. ഡോ റേ മി ഫാ സോ ലാ ടി ഡോ do ti la so fa mi re do. One more time. Do re mi fa so la ti do ti la so fa mi re do. ഞങ്ങളിവിടെ വോക്കൽ സ്റ്റുഡൻസിന് ഈ ഒരു സിലബിൾസ് മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ലൈക്ക് കർണാട്ടിക്കിനകത്തുള്ള പല സരളി വരിശകൾ പോലത്തെ എക്സസൈസുകൾ ഇതിനകത്തുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ do re do re mi fa mi re do re mi fa sol fa mi re do re mi fa sol la fa mi re do re mi fa sol la ti la fa mi re do re mi fa sol la ti la fa mi do ti do ti la so la ti do ti la so fa ti do ti la so fa mi do ti la so fa mi re mi fa so la ti do ti la so fa mi re mi fa so la ti do. ഇങ്ങനെയുള്ള കുറെ എക്സസൈസുകളുണ്ട്. ലൈക്ക് പിന്നെ do mi do fa do so do la do ti do അങ്ങനെ. അപ്പൊ അത് വോക്കൽ ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ട് ഈ സ്വരങ്ങൾ ഉറക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോ പറഞ്ഞത് ഈ ഒരു ഓർഡർ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉറപ്പിക്കണം. ദിസ് ഈസ് ദ ബേസിക് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണിത്. ഈ സ്വരങ്ങളുടെ പേര് നമ്മുടെ മനസ്സിൽ, ആ പേര് മാത്രമല്ല ആ സ്വരങ്ങളുടെ ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടാകും. അതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ അടുത്ത തലത്തേക്ക് നമ്മൾ പോവുക. ഇനി ഇപ്പൊ നമ്മൾ ആൽഫബറ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ നോട്ടുകളുടെയും ഓർഡർ, അതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഓർഡർ, അതിന് നമ്മൾ നമ്പർ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സി ആദ്യത്തെ നോട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സി, ആ സി എന്ന് പറഞ്ഞ നോട്ട് ഒന്നാമത്തെ പൊസിഷനാണ്, ഫസ്റ്റ് പൊസിഷനാണ്, ഫസ്റ്റ് ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് സി, സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്നത് ഡി, തേർഡ് പൊസിഷനിൽ ഇരിക്കുന്നത് തേർഡ് പൊസിഷനിൽ ഇരിക്കുന്നത് ഇ, ഫോർത്ത് പൊസിഷനിൽ ഇരിക്കുന്നത് എഫ്, ഫിഫ്ത്ത് പൊസിഷനിൽ ജി, സിക്സ്ത് പൊസിഷനിൽ എ, സെവൻത്ത് പൊസിഷനിൽ ബി, എയ്ത്ത് പൊസിഷൻ, അതായത് സിയിൽ നിന്ന് തുടങ്ങി അതിന്റെ എയ്ത്ത് ഒക്കറൻസ് ഈസ് ദ സെയിം നോട്ട്. എട്ടാമത്തെ അല്ലെങ്കിൽ എയ്ത്ത് ഒക്കറൻസ് ഈസ് ദ സെയിം നോട്ട്. അപ്പൊ നമ്മൾ അതിനെ പറയും ഇറ്റ്സ് എൻ ഒക്ടേവ്. ഒക്ടേവ്, എട്ടാമത്തെ ഒക്കറൻസ്. അതായത് ഫസ്റ്റ് തുടങ്ങിയ നോട്ട് എട്ടാമത്തെ സ്വരമായിട്ട് വരുമ്പോൾ അത് റിക്കർ ചെയ്ത് വരുന്നു. അപ്പോൾ അതിനെ ഒക്ടേവ് എന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ സി ഡി എഫ് ജി എ ബി സി, സി സി, അത് അതിന്റെ ഒരു ഒക്ടേവ് ആണ്, ഹയർ ഒക്ടേവ് ആണ്. അപ്പോ
ഇവിടെ നിന്ന് ഇനി അതിന്റെ ആ ഒക്ടേവിൽ നിന്ന് അടുത്ത് നോക്കുമ്പോൾ ദാറ്റ്സ് another octave, higher octave. അതെന്റെ അടുത്ത ഒക്ടേവ്. അപ്പൊ സാധാരണ നമ്മളൊരു കീബോർഡ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ സാധാരണ നമുക്ക് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കീബോർഡിനെ പറ്റി ഒന്നും അറിയാത്ത പാരന്റ്സ് ആയിരിക്കും കുട്ടികളെയും കൊണ്ട് കീബോർഡ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കീബോർഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അന്നേരം ഷോപ്പിന്റെ ഉടമ നമ്മളോട് വന്ന് ചോദിക്കും, എത്ര ഒക്ടേവിന്റെ കീബോർഡാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കി, ഒക്ടേവോ അതെന്ത് സാധനം? അപ്പൊ അത് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ മക്കളെ നമ്മൾ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ മ്യൂസിക്കിനെ കുറിച്ച് ഒരു മിനിമം ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവണം. അപ്പോൾ ഒക്ടേവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് 7 സ്വരങ്ങളുടെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവിങ്ങിൽ 8ാമതായിട്ട് അത് റിക്കവർ ചെയ്ത് വരുന്നത് സെയിം നോട്ട് ആകുമ്പോഴത്തേക്കും ആ 8ാമത്തെ സ്വരത്തിനെയാണ് അതിന്റെ ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന ഈ കീബോർഡിനകത്ത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം എത്ര ഒക്ടേവിന്റെ കീബോർഡാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒക്ടേവ്, ഒരു ഒക്ടേവ് കഴിഞ്ഞു. അടുത്തത് സെക്കൻഡ് ഒക്ടേവ് കഴിഞ്ഞു. അടുത്തത് തേർഡ് ഒക്ടേവ് കഴിഞ്ഞു. ഫോർത്ത് ഒക്ടേവ്, ഫിഫ്ത്ത് ഒക്ടേവ്. ഇപ്പൊ 5 ഒക്ടേവിന്റെ കീബോർഡാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. So I think you got an idea about octave. Now we'll come back to the 7 musical notes. നമ്മൾ പറഞ്ഞു സി ഡി ഇ എഫ് ജി എ ബി സി എന്നുള്ളതിനെ അതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് പറയാം 1 2 3 4 5 6 7 8. നമുക്കൊന്ന് പാടി നോക്കാം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. എന്തിനാണ് ഇങ്ങനെ നമ്പറൊക്കെ വെച്ച് പാടി പഠിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? ഈ നമ്പർ സിസ്റ്റത്തിന്റെ ആവശ്യം വരുന്നത് നമ്മൾ ഹാർമണി പഠിക്കുമ്പോഴാണ്. ഹാർമണിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്റർവെൽസ്, ഓരോ നോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുക. ഇപ്പൊ ലൈക്ക് തേർഡ്സ്, 1ഉം 3ഉം തമ്മിലുള്ള സ്വരം ഒരുമിച്ച് നമ്മൾ പാടുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? 1 2 3 മേ ബി എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റി ഇവിടെ ഉണ്ട്. ഞാൻ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആസ്ക് ഹിം ടു സിംഗ് ദ തേർഡ്. Can you sing the third? La la 1 2 3. I will sing the first one. 3 4 1. Louder ആയിട്ട് പഠിക്കൂ. 3 4 1. Can you hear? ഞാൻ 1 പാടി 3 പാടിയത് ക്രിസ്റ്റിയാണ്. ഒന്നുകൂടി പാടി നോക്കാം. 3 4 1. Now ഞാൻ 1 പാടുമ്പോഴത്തേക്കും ക്രിസ്റ്റി 4 പാടും. 1 2 3 4 4 1. Now Christy will sing 5. I will sing 1 1 2 3 4 5 3 4 1. Okay, thank you. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ നമ്പർ സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ കോഡ് ബിൽഡ് ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ വോയിസസ് അറേഞ്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഈ നമ്പർ സിസ്റ്റം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഇത്രയും കാര്യം നമ്മുടെ തലയിൽ നമ്മൾ അടിച്ച് കയറ്റണം. ഓരോ നോട്ടുകളുടെയും നമ്പർ, അതുപോലെ തന്നെ ആൽഫബറ്റ്, അതുപോലെ തന്നെ ഡോറേമി ഫാസോല എന്ന് പറയുന്ന ആ ഒരു സ്വരങ്ങളെ പറ്റിയുള്ള എങ്ങനെയാണ് അത് പറയുന്നതിനെ പറ്റിയൊക്കെ. ഓക്കെ, നൗ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് വിൻഡോ. ഇവിടെ പറയുന്നതാണ് വിച്ച് ക്യാൻ ഗോ അപ്പ് ഹയർ ഓർ ഡൗൺ ലോ. ഒരു ഇൻഫിനിറ്റി പോലെ മുകളിലേക്കും താഴേക്കും നോട്ടുകൾക്ക് പോകാനായിട്ട് സാധിക്കും. നമുക്ക് ഒരിക്കലും ഒരു ലിമിറ്റേഷൻ പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും പിച്ചിന് പോവാം. അതുപോലെ താഴേക്ക് ലോ റേഞ്ചിലേക്ക് എത്ര വേണമെങ്കിലും താഴേക്ക് പോവാം. നമുക്ക് പാടാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ട് മുകളിൽ നോട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പാടാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു
പോസിബിലിറ്റി ഇല്ല നമുക്ക് അങ്ങനെ പാടാനായിട്ട്. പക്ഷേ there are certain notes there are certain frequency there. അപ്പോ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. നമ്മൾ ഈ എല്ലാ നോട്ടുകളെയും നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ഗ്രാഫ് ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു എക്സ് ആക്സിസ് ഉണ്ടാവും, ഒരു വൈ ആക്സിസ് ഉണ്ടാവും. നമ്മൾ ഇതിന്റെ ഗ്രാഫിന്റെ വൈ ആക്സിസ് മാത്രം നമ്മളൊന്ന് എടുക്കുക. വൈ ആക്സിസ് മാത്രം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ഈ പിക്ചറിൽ എന്താണ്, ഒരു വൈ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. അതിൽ CDEFGABC മുകളിലേക്ക് ഇങ്ങനെ പോവുക. അതായത് നമ്മൾ പിച്ച് കൂടുന്തോറും മുകളിലേക്ക് പോകുന്ന പോലെയാണ്, ഡയഗ്രമാറ്റിക്കലി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. CDEFGABCD അങ്ങനെ പോകുന്നു മുകളിലേക്ക്. അതുപോലെ താഴേക്ക് CBAD. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ സ്വരങ്ങളുടെ മുകളിലേക്ക് പോകുമ്പോഴുള്ള ഓർഡറും തിരിച്ചു വരുമ്പോഴുള്ള ഓർഡറും നമ്മുടെ തലയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഉറപ്പിക്കണം. ഫോർ എക്സാമ്പിൾ CDEFGABC മുകളിലെത്തി, അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ CBAGFEDC. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലയിൽ ഉറച്ചു കഴിഞ്ഞാൽ ഓരോ സ്വരങ്ങൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഷനിൽ നമുക്ക് ഈ സ്വരങ്ങൾ ഏതാണെന്നുള്ളത് നമ്മുടെ തലയിൽ കിട്ടും. CDC CDE DC CDEF EDC CDEFGFEDC. സ്റ്റെപ്പ് വൈസ് മോഷൻ എന്ന് നമ്മൾ പറയും. സ്റ്റെപ്പ് വൈസ് മോഷനിൽ നമ്മൾ ആ സ്വരങ്ങൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് അറിയണം. ഇതുപോലെ തന്നെ നമ്മൾ സോൾഫേജും ഡോ റേ മീ ഫാ സോ ഫാ മീ റേ ഡോ, ഡോ റേ ഡോ, ഡോ റേ മീ റേ ഡോ, ഡോ റേ മീ ഫാ മീ റേ. ഈ ഇവിടെ ഒരു നമുക്ക് ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റണം. ശ്രുതി എവിടെയാണ് കൂടുന്നത്? ഓരോ നോട്ട് മുകളിലേക്ക് നമ്മൾ പാടുമ്പോൾ ശ്രുതി ഫ്രീക്വൻസി കൂടുന്നുണ്ടോ? ഓരോ നോട്ട് ഞാൻ ഇറക്കുമ്പോഴത്തേക്കും ആ ഫ്രീക്വൻസി കുറയുന്നുണ്ടോ? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വളരെയധികം ആവശ്യമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിന്റെ യാത്ര, ആ ട്രാവലിംഗ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ക്ലാസിക്കൽ മ്യൂസിക്, കർണാട്ടിക് നന്നായിട്ട് തറയായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരു ട്യൂണ് കേൾക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് അത് പിക്ക് ചെയ്തിട്ട് മാപ്പ് ചെയ്യാണ് ഈ സ്വരങ്ങളുടെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു വലിയൊരു പ്ലെയിൻ. ആ പ്ലെയിനിൽ കുറേ മ്യൂസിക് നോട്ട്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന ആ സ്വരത്തിനെ നമുക്ക് ഇതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ക്യാപ്ചർ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു കഴിവ്, നമ്മൾ അക്വയർ ചെയ്തെടുക്കേണ്ട ഒരു കഴിവാണ്. അത് പ്രാക്ടീസിലൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് ലൈക്ക്, നിങ്ങൾ വലിയ പാട്ടുകാരനാവണമെന്നില്ല, വലിയ ഇൻസ്ട്രുമെന്റ് പ്ലെയർ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ കീബോർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇപ്പൊ കീബോർഡ് ഇല്ല, കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾക്ക് ഇപ്പം പല ആപ്സ് നിങ്ങൾക്ക് അവൈലബിൾ, അല്ലെങ്കിൽ മൊബൈലിനകത്ത് ആപ്സ് അവൈലബിൾ ആണ്. പിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് കിട്ടും. ആ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് 7 സ്വരങ്ങൾ കിട്ടും. ഈ 7 സ്വരങ്ങൾ വെച്ചിട്ട് ചുമ്മാ നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്യണം. നമ്മളൊരു അടുത്തൊരു സെഷൻ വരുന്നതിന് മുമ്പ് അതൊരു എക്സസൈസ് ആണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സസൈസ് ആണ്. എന്താണ്? ആ മൊബൈൽ ആപ്പ് എടുത്തിട്ട് ജസ്റ്റ് സിംഗ് അലോങ് വിത്ത് ദാറ്റ്, ലൈക്ക് ഡോ റേ മീ ഫാ സോ ലാ ടി ഡോ, തിരിച്ചും പാടുക. ഡോ ടി ലാ സോ ഫാ മീ റേ ഡോ. അതുപോലെ ആൽഫബറ്റ് പാടുക. CDEFGABC, തിരിച്ചു പാടുക. CBAGFEDC. പ്രത്യേകം സൂക്ഷിക്കുക, നമ്പർ സിസ്റ്റം പാടി നോക്കുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. Now, അപ്പോ ഞാൻ അഗെയിൻ നിങ്ങളെ ഗ്രാഫിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്കിവിടെ ഗ്രാഫിൽ കാണാൻ പറ്റുന്നത്? നമ്മളൊരു കുറേ ഫ്രീക്വൻസി മുകളിലേക്ക് സ്വരം ഇങ്ങനെ പോയി അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഒരു സ്വരത്തിൽ നിന്ന് താഴേക്ക് സ്വരങ്ങൾ ഇങ്ങനെ ലോ രജിസ്റ്ററിൽ പോയി അവിടെ ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. നമുക്ക് ഏത് ഗ്രാഫിലും, നമ്മൾ വരയ്ക്കുന്ന ഏത് ഗ്രാഫിനും ഒരു സെന്റർ പോയിന്റ് നമ്മൾ കാണാറുണ്ട്. ആ സെന്റർ പോയിന്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്ത്? അവിടുന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കാനും അവിടുന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് അളക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു മിഡിൽ പോയിന്റ് ആണ്. അപ്പോ ഇവിടെ മ്യൂസിക്കിന്റെ ഈ ഗ്രാഫിനകത്തും ദർ ഇസ് എ മിഡിൽ പോയിന്റ്. അതിന് മ്യൂസിക്കിൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് മിഡിൽ സി. ഈ മിഡിൽ സിക്ക്
വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിക്കിനകത്ത്. ഇപ്പൊ നമുക്കൊരു കീബോർഡ് നോക്കുവാണെങ്കിൽ ഒരു കീബോർഡിനകത്ത് ഏകദേശം ഒരു സെൻട്രൽ ആയിട്ട് വരുന്ന ഒക്ടേവിന്റെ സ്റ്റാർട്ടിംഗ് നോട്ട് ആയിരിക്കും മിഡിൽ സി എന്ന് പറയുന്നത്. ഒരു കീബോർഡിന്റെ പടം നിങ്ങൾക്ക് കാണാം അല്ലെ? ഇതൊരു കീബോർഡിന്റെ ഒരു 1 ഒക്ടേവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ 2 ബ്ലാക്ക് കീയുടെ തൊട്ടുപുറത്ത് വരുന്ന ആ നോട്ടാണ് സി എന്ന് പറയുന്ന നോട്ട്. അപ്പോ നമ്മുടെ ടോട്ടൽ മൊത്തം കീബോർഡിനകത്ത് ഒരു സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു സി ഉണ്ട്. ആ സീനെയാണ് നമ്മൾ മിഡിൽ സി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഫ്രീക്വൻസി ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാം. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്താ പറയുക, മ്യൂസിക് സയൻസിന്റെ പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മാത്തമാറ്റിക്സ് ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇന്ത്യൻ മ്യൂസിക്കിനെ വെച്ച് നോക്കിയാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വി വിൽ ഡിസ്കസ് ഓൾ ദീസ് തിങ്സ് ഇൻ ദ ഫ്യൂച്ചർ എപ്പിസോഡ്സ്. നൗ അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു മിഡിൽ പോയിന്റ്, ഒരു മിഡിൽ സി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പോ ഈ മിഡിൽ സി എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഈ വലിയൊരു പ്ലെയിൻ, ഈ മ്യൂസിക്കൽ നോട്ട്സിന്റെ ഒരു വലിയൊരു പ്ലെയിൻ, അങ്ങ് ഇൻഫിനിറ്റി വരെ ഇന്ന് താഴെ ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു വലിയൊരു പ്ലെയിനിനെ 2 ആയിട്ട് വിഭജിക്കുക ചെയ്യുന്നത് ഈ മിഡിൽ സി എന്ന് പറയുന്നത്. അപ്പോൾ മിഡിൽ സിയുടെ പ്രത്യേകത ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അപ്പം ഈ മിഡിൽ സി 2 ആയിട്ട് തിരിക്കുന്നത് നമുക്കറിയാം. സി ഡി ഇ എഫ് ജി എ ബി സി ഡി അത് പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത്? മുകളിലേക്ക് ഹയർ പിച്ചിലേക്കാണ് പോകുന്നത്, ഹയർ നോട്ടുകളിലേക്കാണ് പോകുന്നത്. സിയുടെ താഴേക്ക് പോകുമ്പോഴത്തേക്ക് ലോവർ നോട്ട്സിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആ മിഡിൽ സിക്ക് മുകളിലുള്ള ഭാഗത്തെ നമ്മൾ ട്രബിൾ ഏരിയ എന്ന് നമ്മൾ പറയും. ട്രബിൾ ഏരിയ അതായത് ഹൈ ഫ്രീക്വൻസിയുടെ ഏരിയ. മിഡിൽ സിക്ക് മുകളിലുള്ള ഭാഗം ഇസ് എ ട്രബിൾ ഏരിയ. മിഡിൽ സിക്ക് താഴെയുള്ള ഭാഗം ഇറ്റ്സ് എ ബേസ് ഏരിയ. ഇനി ഈ ട്രബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആൾക്കൂടെ ഒരു അസ്വസ്ഥതയാവും. എന്ത് ട്രബിൾ? അത് മര്യാദയ്ക്ക് എന്തെങ്കിലും ഹയർ ഫ്രീക്വൻസി എന്തെങ്കിലും പറഞ്ഞൂടെ? ഈ ട്രബിൾ എന്ന് പറയുന്നത് എന്താ? ഇത് നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയതൊന്നല്ല. നമുക്ക് ഈ റേഡിയോ, പഴയ റേഡിയോ ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 നോബ് കാണാം. 2 നോബ് ഉണ്ടാവും അതിനകത്ത്. എന്താണ്? ഒരു നോബിന്റെ പേര് ട്രബിൾ, ഒരു നോബിന്റെ പേര് ബേസ്. ഈ ട്രബിൾ എന്ന് പറഞ്ഞ നോബിൾ തിരിച്ചു കഴിഞ്ഞാൽ എന്ത്? നോബ് തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഹൈ ഫ്രീക്വൻസി കൂടുതലായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈ ബേസ് എന്നുള്ള നോബ് തിരിക്കുമ്പോഴോ ബേസ് ഫ്രീക്വൻസി നന്നായിട്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പോ ഈ ട്രബിൾ എന്നപ്പോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൈ ഫ്രീക്വൻസിനെയാണ് ട്രബിൾ എന്ന് പറയുന്നത്. അപ്പോ ഈ മിഡിൽ സി ഈ വലിയ സ്പെക്ട്രത്തിനെ 2 ആയിട്ട് തിരിക്കുന്നു. ഒന്ന് ട്രബിൾ ഏരിയ ആൻഡ് ബേസ് ഏരിയ. നൗ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, അതായത് ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് എൻ്റെ മക്കള് രാജഗിരി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ അവർക്ക് ഓരോ ഹൗസസ് ഉണ്ട്, പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതില് ഓരോ ഹൗസിനും ഓരോ കളർ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ അവർ ആ കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ പോവുക. ഇപ്പൊ ഓറഞ്ച് ആണ് ഡ്രസ്സ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരും. ഗ്രീൻ ആണ് ഒരാളുടെ ഗ്രൂപ്പിന്റെ കളർ എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഗ്രീൻ കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരും. അപ്പൊ നമുക്ക് ഒരാളെയും പറയേണ്ട ആവശ്യമില്ല. ഈ കുട്ടി ഇന്ന ഹൗസിലുള്ളതാണെന്ന് പറയാനായിട്ട് ആരോടും പേര് എഴുതി ഒട്ടിക്കുന്നു വേണ്ട, ഗ്രീൻ എഴുതി ഒട്ടിക്കുന്നു വേണ്ട. കാര്യം അവരുടെ ഡ്രസ്സിന്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഇന്ന ഹൗസിലുള്ളതാണ്, അവർ ഇന്ന ഗ്രൂപ്പിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കിനകത്ത് അതായത് ഇനി വരുന്ന മ്യൂസിക് നോട്ടുകളെല്ലാം ഈ ഒരു ഹൗസിലുള്ളതാണ് എന്ന് അനൗൺസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഉണ്ട്. ആ സിമ്പിളിനെ പറയുന്ന പേരാണ് ക്ലഫ്. ഈ പേര് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ക്ലഫ്, CLEF, ക്ലഫ്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന മ്യൂസിക്കിന്റെ സ്റ്റാർട്ടിങ്ങില് ഈ ഒരു ക്ലഫിനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കോ, ഇനി വരുന്ന നോട്ടുകളെല്ലാം ഈ ഒരു കാറ്റഗറിയിലുള്ള, ഈ ട്രബിൾ കാറ്റഗറിയിലുള്ള നോട്ടുകളാണ് വരാൻ പോകുന്നത്. ഇനി അതല്ല, ഈ ബേസ് എന്നുള്ള പറയുന്നതിന്റെ ഒരു ആ ഒരു സിമ്പിളാണ്, ബേസ് ക്ലഫിന്റെ ഒരു സിമ്പിളാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നതെല്ലാം ബേസ് നോട്ടുകളാണ് നമുക്കറിയാം. അപ്പോൾ അതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മിഡിൽ സി 2 ആയി വിഭജിക്കുന്ന മുകൾ ഭാഗത്തിലെ ആ സെക്ഷനെ നമ്മൾ പറയും ട്രബിൾ ക്ലഫ് വെച്ചിട്ട് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും. താഴെ കാണുന്ന ഭാഗത്തിന് ബേസ് ക്ലഫ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും.
ഇനി ട്രബിൾ ക്ലഫ് എന്ന് പറഞ്ഞാൽ ആ സിമ്പിൾ ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിൽ അതിനെ നിങ്ങളൊന്ന് വരച്ച് പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് യു ക്യാൻ ട്രൈ ഡ്രോയിങ് ദിസ്. രണ്ട് മൂന്ന് രീതിയിൽ ആൾക്കാർ ഇതിനെ വരയ്ക്കാറുണ്ട്. ഒന്നിനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം, താഴേന്ന് വരയ്ക്കുന്നവരുണ്ട്, ഇങ്ങനെ വരയ്ക്കുന്നവരുണ്ട്. എന്താണെങ്കിലും ഇതൊന്ന് വരച്ച് പഠിക്കുന്നത് നല്ലതാണ്. ട്രിപ്പിൾ ക്ലഫ് നമ്മൾ വരച്ച് പഠിക്കുമ്പോൾ തന്നെ അത് എന്താ സംഭവം എന്നുള്ളത് നമ്മുടെ തലയിൽ നമുക്ക് കാണാൻ പറ്റണം. അതുപോലെ തന്നെ ബേസ് ക്ലഫ് എന്താണ്? ബേസ് ക്ലഫ് ബേസ് നോട്ടുകൾ വരുന്ന ഒരു ഫാമിലിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു അഡ്രസ്സ് എന്നാ പറയുന്നത്, ഒരു കവറിന്റെ മുകളിൽ ഒരു അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എറണാകുളം ആണെങ്കിൽ കളമശ്ശേരി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ കൊണ്ടുപോയിട്ട് ആലുവയിലൊന്നും കൊണ്ടിടില്ല, അത് കളമശ്ശേരിയിൽ തന്നെ വരത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ട്രബിൾ ക്ലഫ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ബേസ് നോട്ട് ആരും പ്ലേ ചെയ്യത്തില്ല, കാരണം അത് ട്രബിൾ നോട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ട്രബിൾ ആൻഡ് ബേസ്. ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കുക. നോ, നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതിനെ കുറച്ചും കൂടി ഒരു പിക്ചോറിയലായിട്ട് ഞാൻ അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നോ, നമുക്കറിയാം ഇപ്പുറത്തെ ഒരു ഗ്രാഫിന്റെ സൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈനുകൾ വരച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കണ്ട. ഇപ്പുറത്തെ ഒരു വൈ ആക്സിസിൽ ഞാൻ ഇങ്ങനെ നോട്ട്സ് എഴുതി വെച്ചിട്ടുള്ളത് നോക്കുമ്പോഴത്തേക്കും മിഡിൽ സിക്ക് മുകളിലേക്ക് നോട്ടുകൾ പോകുന്നു, താഴേക്ക് പോകുന്നു. ഇവിടെ മുകളിലത്തെ ഭാഗത്ത് ഞാൻ ട്രിപ്പിൾ ക്ലഫ് എഴുതിയിരിക്കുന്നു, താഴത്തെ ഭാഗത്ത് ബേസ് ക്ലഫ് എഴുതിയിരിക്കുന്നു. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നൗ ഇവിടെ ഹ്യൂമൻ വോയിസ് ഇവിടെ എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഹ്യൂമൻ വോയിസിനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഹ്യൂമൻ വോയിസിനെ രണ്ടായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാറ്റഗറി, മെയിൽ ആൻഡ് ഫീമെയിൽ. ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ സ്വരം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഈ ആണുങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് യൂഷ്വലി ഈ മിഡിൽ സിക്ക് താഴെ വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. അത് അങ്ങോട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് കവർ ചെയ്ത് പോകും, എങ്കിലും മിഡിൽ സിക്ക് താഴെ വരുന്ന ബേസ് എന്ന് പറയുന്ന ആ സെഗ്മെന്റിലാണ് ആണുങ്ങളുടെ ശബ്ദം കിടക്കുന്നത്. ഈ ഹൈ അല്ലെങ്കിൽ ട്രിപ്പിൾ ഏരിയയിലാണ് ഫീമെയിലിന്റെ വോയിസ് കിടക്കുന്നത്. അപ്പോ ഈ ഫീമെയിൽ വോയിസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. എന്താണ്? ഫീമെയിൽ വോയിസിൽ തന്നെ നന്നായിട്ട് ഹൈ പാടുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ഹൈ പിച്ചിലേക്ക് പാടാൻ പറ്റുന്ന ആൾക്കാരും ലോ പിച്ച് പാടാൻ പറ്റുന്ന ആൾക്കാർ, ലൈക്ക് ഉഷ ദീദി, പോലുള്ള സിംഗേഴ്സ്, അവരുടെ ഫീമെയിൽ വോയിസ് ആണ്, പക്ഷെ വളരെ ലോ വോയിസ് ആണ്, ലോ റേഞ്ചിലാണ് അവരുടെ വോയിസ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ശ്രേയ ഘോഷിലൊക്കെ നല്ലതായിട്ട് ഹൈ പാടുന്ന ഒരു ലേഡിയാണ്. അപ്പൊ അവരൊക്കെ ഒരു സുപ്രാണോ സെഗ്മെന്റിലാണ് അവരൊക്കെ കിടക്കുന്നത്. അപ്പോ ഫീമെയിൽ ഗ്രൂപ്പിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് വളരെയധികം ഹൈ ഫ്രീക്വൻസി പാടാൻ പറ്റുന്നവരും ലോ ഫ്രീക്വൻസി സ്ട്രോങ് ആയിട്ട് പാടാൻ പറ്റുന്നവരായിട്ടുള്ള രണ്ട് കാറ്റഗറി. അതുപോലെ തന്നെ മെയിൽ വിഭാഗത്തിലുണ്ട് ഹൈ പാടാൻ പറ്റുന്ന മെയില്, ലൈക്ക് മീ. എൻ്റെ വോയിസ് ഒരു ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. എന്നെ കൊണ്ട് ബേസ് പാടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കുള്ളൂ. ദാസേട്ടന്റെ പോലെ പാടാനൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പം എൻ്റെ വോയിസസ് ഒരു ഹയർ ലെവലിലാണ്. അതുപോലെ തന്നെ ബേസ് റേഞ്ച് നന്നായിട്ട് പാടാൻ പറ്റുന്ന ആണുങ്ങളുണ്ട്. ഇതാണ് രണ്ട് കാറ്റഗറി. അപ്പോൾ ഇതിന് ഓരോ പേര് നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ നമ്മൾ പറയാറുണ്ട്. അതായത് ഫീമെയിൽ വോയിസിൽ നല്ലതായിട്ട് ഹൈ പാടാൻ പറ്റുന്നവരെ സുപ്രാണോ എന്നാണ് പറയുന്നത്, സുപ്രാണോ. അതുപോലെ തന്നെ ഫീമെയിൽ വോയിസിൽ നന്നായിട്ട് ലോ റേഞ്ച് പാടാൻ പറ്റുന്നവരെ ഓൾട്ടോ എന്ന് നമ്മൾ പറയും. പേരുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം, സുപ്രാണോ, ഓൾട്ടോ. മെയിൽ വോയിസിനകത്ത് ഹൈ പാടാൻ പറ്റുന്നവരെ നമ്മൾ ടെനർ എന്ന് പറയും. ബേസ് പാടാൻ പറ്റുന്നവരെ ബേസ് എന്ന് തന്നെ നമ്മൾ പറയുന്നു. അപ്പോൾ സുപ്രാണോ, ഓൾട്ടോ, ടെനർ, ബേസ്, 4 ക്ലാസിഫിക്കേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ വെസ്റ്റേൺ മ്യൂസിക്കില് 4 പാർട്ട് സിംഗിങ്, പ്രത്യേകിച്ച് CSI ചർച്ചിലും അതുപോലെ മാത്തമ ചർച്ചുകളിലൊക്കെ അവര് ബാക്കിയുള്ള അതുപോലെയുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലെല്ലാം നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസസിൽ പാടുന്ന പാട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4 പാർട്ട് സിംഗിങ്
ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് എന്താണ് ഇവരിങ്ങനെ എന്തൊക്കെയോ പാടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഫീമെയിൽ വോയിസിനകത്ത് അതിനകത്തൊരു മിനിമം 2 ലെയർ ഓഫ് വോയിസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുപ്രാണോ ഉണ്ടാവും, ഓൾട്ടോ ഉണ്ടാവും. അതുപോലെ തന്നെ മെയിൽ വോയിസിനകത്ത് 2 ഡിഫറെന്റ് വോയിസ് റേഞ്ച് നമുക്ക് കാണാൻ പറ്റും, ടെനറും ബേസും. എവിടുന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ നൊട്ടേഷൻസ് കിട്ടുവാണെങ്കിൽ, 4 പാർട്ട് സിംഗിങ്ങിന്റെ നൊട്ടേഷൻ കിട്ടുവാണെങ്കിൽ ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കുക, 4 വോയിസ് ഉണ്ടോ എന്നുള്ളത് കാണുക. ചിലപ്പോ ഈ 4 വോയിസും 4 ലൈനായിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ചിലപ്പോ ഒറ്റ ലൈനിൽ 2 വോയിസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. പക്ഷെ എങ്കിലും ചുമ്മാ ഒന്ന് ഓടിച്ചൊക്കെ ഇനിയിപ്പോ ബുക്കൊന്നും കിട്ടിയില്ല, നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കുക, 4 പാർട്ട് സിംഗിങ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 4 പാർട്ടിന്റെ കുറെ സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. മേ ബി I can show you something. Let me see. I hope you can see this. ഇതിനകത്ത് നമ്മളിവിടെ കാണുന്നത് ഒരു 4 പാർട്ട് ഇതാണ്. അതിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നത് സുപ്രാണോ പാർട്ടാണ്, അതിന്റെ താഴെ കിടക്കുന്നത് ഓൾട്ടോ പാർട്ടാണ് കിടക്കുന്നത്. പിന്നെ താഴെ ഈ ബേസ് ക്ലെഫിലെ മുകളിൽ കിടക്കുന്നത് ടെനർ വോയിസ് ആണ്, അതിന്റെ ഏറ്റവും താഴെ കിടക്കുന്നത് ബേസ് പാർട്ട്. ഇങ്ങനെയാണ് ഈ 4 പാർട്ട് സിംഗിങ്ങിന്റെ ഒരു നൊട്ടേഷൻ യൂഷ്വലി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. Now we'll come back. Okay, we'll come back to the session again. Now, ഇനി വോയിസസിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഈ വോയിസസ് പോലെ തന്നെ പല ഇൻസ്ട്രുമെന്റ്സും പല റേഞ്ചിലുള്ളവരുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ട്രിബിൾ ഏരിയയിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സുപ്രാണോ എന്ന് പറഞ്ഞ വോയിസ് ഒരു പക്ഷേ ഹൈ വളരെയധികം മുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒത്തിരി താഴേക്ക് വരാൻ പറ്റത്തില്ല. എന്നാൽ ഓൾട്ടോ എന്ന് പറയുന്ന സെഗ്മെന്റിലുള്ള ആൾക്കാര് അവർക്ക് ഈ മിഡിൽ സിയുടെ താഴേക്ക് ചിലപ്പോൾ വരാൻ പറ്റും. മിഡിൽ സികളും താഴേക്ക്, അതായത് ഈ ബേസ് ക്ലഫിലേക്ക് കുറച്ചൊക്കെ വരാനായിട്ട് അവർക്ക് ഒരു പക്ഷേ പറ്റുമായിരിക്കും. അതുപോലെ മെയിൽ വോയിസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ബേസ് ക്ലഫിൽ നിന്ന് ടെനർ എന്ന് പറയുന്ന വോയിസിന് ഈ ബേസ് ക്ലഫിൽ നിന്ന് ഈ ട്രിബിൾ ക്ലഫിന്റെ മുകളിലേക്ക് ആ മുകളിലേക്കുള്ള നോട്ടുകളിലേക്ക് കുറച്ചൊക്കെ പോകാൻ പറ്റും, അതുപോലെ തന്നെ താഴേക്കും. അപ്പോൾ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ടു യു അഗെയിൻ. ഓക്കെ, നൗ വോയിസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓരോ ഇൻസ്ട്രുമെന്റ്സിനും അതിൻ്റെതായ റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ മാത്രമേ ഇൻസ്ട്രുമെന്റിന് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഗിറ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ഗിറ്റാർ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഗിറ്റാറിനകത്ത് ഏറ്റവും ബേസിൽ കിടക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത്, ഗിറ്റാറിന്റെ ഏറ്റവും ബേസിൽ കിടക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ഇ എന്ന് പറഞ്ഞ നോട്ടാണ്. അതായത് ഗിറ്റാറിന് നമുക്കറിയാം ഇങ്ങനെ ഗിറ്റാറിന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ഇങ്ങനെ പോകും. ഇതാണ് ആ ഫസ്റ്റ് സ്ട്രിങ്, ഇത് സെക്കൻഡ് സ്ട്രിങ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത് സ്ട്രിങ്, ഇത് സിക്സ്ത് സ്ട്രിങ്. I'll show you. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗിറ്റാറിന്റെ ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഈ സിക്സ്ത് സ്ട്രിങ് എന്ന് പറയുന്നതിന്റെ സ്വരം ഇ ആണ്, ഇ എന്ന് പറഞ്ഞ നോട്ടാണ്. അപ്പോ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഇ കഴിഞ്ഞിട്ടുള്ള സ്വരങ്ങളെ ഉണ്ടാവുള്ളൂ. ലൈക്ക് ഇത് ഓപ്പൺ ആയിട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇ ആണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഇത് എഫ് ആയിരിക്കും അടുത്ത സ്വരം, പിന്നെ ഇത് ജി ആയിട്ട് വരുന്നു. അപ്പോ ഇതിനേക്കാളും ബേസ് ഇനി ഉണ്ടാവില്ല. ഇതിന്റെ മാക്സിമം ബേസ് നോട്ട് എന്ന് പറയുന്നത് ഇ ആണ്. എന്ന് പറഞ്ഞ പോലെ ഓരോ ഇൻസ്ട്രുമെന്റിനും അതിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ ഉണ്ടാവും. അപ്പോ അങ്ങനെ അനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഇൻസ്ട്രുമെന്റിനെയും ഓരോ ക്ലഫിനെ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് സീ ദിസ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ട്രിബിൾ ക്ലഫ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഇപ്പൊ കീ ഫ്ലൂട്ട്, ഈ ഹൈയിൽ വരുന്ന ഒരു ഫ്ലൂട്ട്,
കീ ഫ്ലൂട്ട്, അതുപോലെ തന്നെ വയലിൻസ്, ഗിറ്റാർ, ഇതെല്ലാം ഈ ട്രബിൾ ക്ലഫിന്റെ ഏരിയയിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇനി ബേസ് ക്ലഫിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയായിരിക്കാം? ഞാൻ റോ ആയിട്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞ ചെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെല്ലോ എന്ന് പറയുന്നത് ഒരു വയലിൻ പോലെ തന്നെ വലിയ ഒരു വയലിൻ പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ സ്വരം എന്ന് പറയുന്നത് ഇവിടെ ബേസ് ആയിട്ടുള്ള സ്വരമായിരിക്കും. ഇനി ഡബിൾ ബാസ് എന്ന് പറഞ്ഞാലോ അതിനേക്കാൾ വലിയ ഒരു വയലിൻ, ചെല്ലോനേക്കാൾ സൈസിനകത്ത് വലുതായിട്ടുള്ള ഒരു വയലിനാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ സ്വരവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു ഭയങ്കര ലോ രജിസ്റ്ററിലുള്ള ശബ്ദമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നൗ അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞതാണ്. there are a number of musical notes. അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് അനുസരിച്ചിട്ട് അത് ചില ഇൻസ്ട്രുമെന്റ്സ് മുകളിൽ കിടക്കുന്നു, ചില ഇൻസ്ട്രുമെന്റ്സ് താഴെ കിടക്കുന്നു, ചിലത് അതിന്റെ സെൻട്രൽ പോർഷനിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് മിഡിൽ സി ഞാൻ പറഞ്ഞു, ഇത് മിഡിൽ സി ആണെങ്കിൽ സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി. അപ്പോ നമുക്കറിയാം മ്യൂസിക് എഴുതുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറയാം. മ്യൂസിക് നമ്മൾ എഴുതുന്നത് സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റേവ് എന്ന് പറയുന്ന ഒരു 5 ലൈനിലാണ് നമ്മൾ മ്യൂസിക് എഴുതുക. അതായത് നമ്മൾ മ്യൂസിക് എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഒരു 5 ലൈൻ വരുന്ന ഈ 5 ലൈനിന്റെ മുകളിലാണ് നമ്മൾ മ്യൂസിക് എഴുതുക. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാഫ് ഓർ സ്റ്റേവ്. സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റേവ് എന്ന് പറയും. നമ്മൾ പറയില്ലേ ഈ വെസ്റ്റേൺ നൊട്ടേഷനെ നമ്മൾ പറയും സ്റ്റാഫ് നൊട്ടേഷൻ എന്ന് പറയാറുണ്ട്. കാരണം എന്താ? അത് സ്റ്റാഫിനകത്ത് എഴുതുന്നതുകൊണ്ടാണ് സ്റ്റാഫ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ലൈൻ നമ്മൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ പഠിച്ച ക്ലഫ് ഇവിടെ പ്ലേസ് ചെയ്യും. ഇങ്ങനെ ക്ലഫ് ഇട്ട് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ നോട്ടുകളും ട്രബിൾ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള നോട്ടുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അതല്ല, ഈ സ്റ്റാഫിന്റെ മുകളിൽ നമ്മൾ ബേസ് ക്ലഫ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഈ നൊട്ടേഷൻ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ നമ്മൾ റെക്കോർഡിങ്ങിന് വന്നു, പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റലിസ്റ്റുകളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കുള്ള നൊട്ടേഷൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുക, തുറന്നു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ തന്നെ ബാസ് ക്ലഫിൽ എഴുതിയിട്ടുള്ള നൊട്ടേഷൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഏത് ആരുടെയാണെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ബേസ് ക്ലഫ് കാണുന്നത്. അപ്പൊ ഒരു വയലിനിസ്റ്റ് വന്നിട്ട് ഈ ബേസ് ക്ലഫിലുള്ള നൊട്ടേഷൻ എടുക്കേണ്ട കാര്യമില്ല, അവിടേക്ക് നോക്കേ വേണ്ട. അവർക്ക് ട്രബിൾ ക്ലഫിലുള്ള നൊട്ടേഷൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ ഇതുവരെയുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ there is something called grand staff. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതായത് ഞാൻ ആ ഗ്രാഫ് ഒരിക്കൽ കൂടി വരയ്ക്കുകയാണ്. ഐ തിങ്ക് യു ക്യാൻ സീ ദിസ്. മേബി ആയിരിക്കാൻ കുറച്ചും കൂടി ഞാൻ അത് നമുക്ക് കാണാവുന്ന രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്യാം. ഗ്രാഫ് ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ദിസ് ഇസ് മിഡിൽ സി, there is a D, E, F, G, A, B, C, D, E, F ഇങ്ങനെ പോകുന്നു, മുകളിലേക്ക് പോകുന്നു, ഇൻഫിനിറ്റിയിൽ ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്നു. താഴേക്ക് പോകുമ്പോഴത്തേക്കും C, D, A, G, C, B, A, G, F, E, D, C, B, A ഇങ്ങനെ താഴേക്ക് പോകുന്നു. This is middle C. Okay. Now, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാം. നമ്മൾ സാധാരണ മ്യൂസിക് നൊട്ടേഷൻ മ്യൂസിക് എഴുതുന്നത് 5 ലൈനിലായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഈ 5 ലൈനായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് ഒരു 7 സ്വരം മൊത്തം നമ്മൾ എങ്ങനെ ഈ 5 ലൈനിൽ നമ്മൾ എഴുതും? അവിടെയാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ഈ 5 ലൈൻ കാണുമ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ
ചില ഏരിയകളുണ്ട് അല്ലേ? ഈ ലൈൻ കഴിഞ്ഞ് അതിന്റെ അടുത്ത ലൈനിന്റെ ഇടയിൽ ഒരു സ്പേസ് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ നമ്മൾ ഈ ഓരോ ഒരു ലൈനിനെയും ഒരു സ്പേസിനെയും ഓരോ നോട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, if this is a knot, if this line is a knot, this space becomes another knot, the knot next to it. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു നോട്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, if this is C, ഈ ലൈൻ C ആണെങ്കിൽ what will be this space? The space will be D. Understood? ഈ സ്പേസ് D ആണെങ്കിൽ the next line will be E. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ലൈൻ C ആണെങ്കിൽ ഈ space will be D. And the next line will be E. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? This will become F. And the next line will be G. And the space becomes A. And the next line becomes B. And the next space becomes C. And the next line becomes D. ഇനി ഞാനിനെ വേറൊരു രീതിയിൽ നമുക്ക് കാണാം. ലൈക്ക് ഈ 5 ലൈൻ, ഈ 5 ലൈനില് the first note, ഈ ഫസ്റ്റ് ലൈനിന്റെ നോട്ട് E ആണെന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് ലൈനിന്റെ നോട്ട് E ആണെന്ന് വിചാരിക്കാം. ഇത് E ആണെങ്കിൽ അടുത്ത സ്പേസ് എന്തായിരിക്കും? ഓർഡറിൽ നിങ്ങൾ ആ ഇത് നിങ്ങളുടെ മനസ്സിൽ ആ ഓർഡർ ഉണ്ടായിരിക്കണം. ഇത് ഇവിടെ നോക്കിയാണ് C D E F G അങ്ങനെ പോകുന്നത്. അപ്പോ C D E, ഈ E ആണ് ഈ ലൈനിൽ നിന്നുണ്ടെങ്കിൽ അടുത്ത എന്താണ്? അടുത്ത F. അടുത്ത സ്പേസ് will be F. And next note, the next line will be G. The next space will be A. Next line will be B. And the next space will be C. The next line will be D. The next space will be E. The next line will be F. Understood? ഇങ്ങനെയാണ് ഒരു ലൈൻ, ഒരു സ്പേസ്, ഒരു ലൈൻ സ്പേസ്, അങ്ങനെയാണ് ഈ നോട്ടുകൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ആ ഒരു ഓർഡർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി എക്സാമ്പിൾ തരുന്നത്. ഓക്കെ, ഈ 5 ലൈനില് നമ്മൾ G ആണെന്ന് വിചാരിക്കാം. ഈ അവസാനത്തെ ലൈൻ G ആണെങ്കിൽ ഈ സ്പേസ് എന്തായിരിക്കും? The space will be A. And this line, ഇതെന്തായിരിക്കും? രണ്ടാമത്തെ ലൈൻ എന്തായിരിക്കും? This will be B. And this space will be C. And the next line will be D. And this space will be E. And this line will become F. And this space will be G. And the next line will be A. അപ്പോ ഈ 5 ലൈനുകൾക്ക്, അതായത് ഈ സ്റ്റാഫ് എന്ന് പറയുന്ന ഈ 5 ലൈൻസിന് അത് ഏത് സ്വരമാണെന്ന് തീരുമാനിപ്പിക്കുന്നത് ആരാണ്? അവിടെ വരുന്ന ക്ലഫ് ആണ്. അത് എവിടെയാണ് അതിന്റെ പൊസിഷൻ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, ലെറ്റ്സ് എക്സ്പ്ലോർ ലിറ്റിൽ മോർ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇതിനെ മനസ്സിലാക്കി തരാം. നൗ ഇത് മിഡിൽ സി നമ്മൾ കണ്ടു. അപ്പോ ഇത് ട്രിപ്പിൾ ഏരിയ ആണ്, ഇത് ബേസ് ഏരിയ ആണ്. ഞാനിവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Now I am going to write 5 lines here. ഇവിടെ ഒരു മിഡിൽ സി ഉണ്ട്. ആ മിഡിൽ സിക്ക് തൊട്ടപ്പുറത്ത് ഡി ഉണ്ട്. അപ്പൊ ഈ മിഡിൽ സി എന്ന് പറയുന്നത് ഈ ലൈൻ, ഇറ്റ്സ് ഓൾറെഡി ഹിയർ. ഒരു എന്താ പറയുന്നത്, ഈ ഭൂമധ്യരേഖ പോലെ നമുക്ക് കാണപ്പെടാത്ത ഒരു രേഖ ഇവിടെ കൊണ്ടൊന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ മിഡിൽ സി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ മിഡിൽ സിക്ക് അപ്പുറത്ത് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ഹിയർ. ആ ലൈൻ ഇ ആണ്.
അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മിഡിൽ സി കഴിഞ്ഞിട്ടുള്ള ഇയില് ഞാനൊരു ലൈൻ വരച്ചു. ദെൻ എനിക്കൊരു സ്പേസ് വിടണം എഫിന് വേണ്ടി ഞാനൊരു സ്പേസ് വിട്ടു. ആൻഡ് ജിയില് ഐ എം ഗോയിങ് ടു റൈറ്റ് എ ലൈൻ. ഓക്കെ. ദെൻ എക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പേസ് വിട്ടു. ബിയില് ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ. ദെൻ സിക്ക് ഞാനൊരു സ്പേസ് വിട്ടു. ഡിയില് ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ. നൗ ഡി കഴിഞ്ഞ് ഇയില് ഒരു സ്പേസ് വിട്ടു. എഫില് ഐ എം going to draw a line. അപ്പൊ എനിക്ക് ട്രബിൾ ഏരിയയിലുള്ള 5 ലൈൻ എനിക്ക് കിട്ടി. ഇവിടെ ഞാൻ going to draw treble clef. അപ്പൊ നമ്മുടെ മ്യൂസിക് പ്ലെയിനില് ട്രബിൾ ഏരിയയിലുള്ള ട്രബിൾ ക്ലഫിന്റെ പൊസിഷൻ ഏതാണ്? Understood? Now we will find out the position of bass area and bass clef. നമ്മളിവിടെ കണ്ടു മിഡിൽ സി എന്ന് പറഞ്ഞ സംഭവം കണ്ടു. അത് ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ. ഒരു ലൈൻ അവിടെ ഉണ്ടെന്ന് നമ്മൾ കാണുക, അതാണ് മിഡിൽ സി. ആ മിഡിൽ സിക്ക് ഒരു ലൈൻ അവിടെ ഉണ്ടെന്ന് നമ്മൾ കരുതുക. അപ്പോ ലൈൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി ഷുഡ് ഹാവ് എ സ്പേസ് ഡൗൺ ഓൾസോ. ചുമ്മാ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ, ഇമാജിനറി ലൈൻ ആണ് കേട്ടോ, മിഡിൽ സിയുടെ ലൈൻ ആണ്. ഈ മിഡിൽ സിയുടെ ലൈനിൽ ഒരു സ്പേസ് കഴിഞ്ഞിട്ടേ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ മിഡിൽ സിയുടെ താഴെയുള്ള സ്പേസ് എന്ന് പറയുന്നത് ബി ആണ്. കാരണം നമുക്കറിയാം സി ബി എ ജി എഫ് ഇ ഡി സി അങ്ങനെ വരുന്നത്. സി ബി എ ജി. അപ്പൊ സി കഴിഞ്ഞ് ഒരു സ്പേസ്, ബി ഒരു സ്പേസ്. അപ്പൊ സി ബി എ ആയിരിക്കും അടുത്ത ലൈൻ വരുന്നത്. Draw a line. അപ്പൊ എക്ക് താഴെ ഒരു സ്പേസ് വിട്ടിട്ട് എഫില് ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ. എഫിന് താഴെ ഈ ഒരു സ്പേസ് വിട്ടിട്ട് ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ഹിയർ. ഡിക്ക് താഴെ ഒരു സിക്കുള്ള ഒരു ലൈൻ വിട്ടിട്ട് ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ഹിയർ. എത്ര ലൈനായി? 1 2 3 4. ഇനി അതിന്റെ താഴെ എക്ക് ഒരു സ്പേസ് വിട്ടിട്ട് ഞാൻ ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ഫോർ ജി. എനിക്ക് തോന്നുന്നു ഈ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ക്യാൻ ക്ലിയർലി see this. I think you can see this. Watch this. Now നമുക്ക് 5 ലൈൻ കിട്ടി. 1 2 3 4 5. ഇവിടെ ഞാൻ ബേസ് ക്ലെഫ് എന്ന് വരയ്ക്കുക. So this is treble clef. This is treble clef. This is bass clef. അപ്പൊ നോക്കിക്കേ, ഈ ഒരു സ്പെക്ട്രത്തിനകത്ത്, ഈ ഒരു വലിയൊരു സ്പെക്ട്രത്തിനകത്ത് ഇവിടെ മിഡിൽ സി വന്നു. ഇവിടെ മിഡിൽ സി വന്നു. ഈ സ്പെക്ട്രത്തിനകത്ത് ഈ മിഡിൽ സിക്ക് മുകളിലായിട്ട് 5 ലൈനിൽ ട്രബിൾ ക്ലഫ് വന്നു. അതിന്റെ താഴെയായിട്ട് ബേസ് ക്ലഫ് വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ ചില മ്യൂസിക്കുകൾ ഇവിടെ വന്നാൽ എനിക്കത് ബേസ് ക്ലഫ് എനിക്ക് യൂസ് ചെയ്യാം. ചില മ്യൂസിക് ഇവിടെ മാത്രം വരുന്നു, ആ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ എനിക്ക് ഇത് ഉപയോഗിക്കാം. ഇവിടെ ചില മ്യൂസിക്കില് ചില നോട്ടുകൾ ഇവിടെ മാത്രം ഉള്ളൂ. ചില ഇൻസ്ട്രുമെന്റ് അങ്ങനെയുണ്ട്. ഫോർ എക്സാമ്പിൾ വയലിൻ ഫാമിലിയില് വിയോള എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. വിയോള എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കിടന്നാണ് കളിക്കുന്നത്. ഒത്തിരി മുകളിലേക്കും പോകുന്നില്ല, ഒത്തിരി താഴേക്കും പോകുന്നില്ല. ഇവിടെയാണ് അതിന്റെ മ്യൂസിക് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇത് മാത്രമാകുമ്പോഴേക്കും, അതായത് നമ്മൾ ഈ 5 ലൈനിൽ നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ജി എ ഡി സി ഡി ഇ എഫ് ജി എ വരെ നോട്ട് എഴുതി, എയുടെ അപ്പുറത്തെ സ്പേസിൽ ബി എന്ന് എഴുതി. സി എന്നുള്ള നോട്ട് എഴുതാനായിട്ട് എനിക്ക് അവിടെ വരയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരയ്ക്കും. അതുപോലെ ഓരോ മുകളിലേക്കുള്ള ഓരോ നോട്ടിനും നമ്മളിങ്ങനെ ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരയ്ക്കും. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ there are certain
നോട്ട്സ്, ചില ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ മാത്രം കിടന്ന് കളിക്കുന്നത്. അപ്പം നമുക്ക് ഈ മിഡിലിൽ മാത്രം നോട്ട്സ് വരുന്ന ചില ഇൻസ്ട്രുമെന്റ്സിന് വി നീഡ് another clef. ഒരു ക്ലഫ് നമുക്ക് ആവശ്യമാണ്. ലെറ്റ്സ് സീ ദിസ്. അതായത് നമ്മൾ ഈ മിഡിൽ സി പ്രോമിനന്റ്ലി വരുന്ന ഒരു ക്ലഫ് നമുക്ക് ആവശ്യമായിട്ട് വരും ഈ വിയോള പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എഴുതാനായിട്ട്. അതിൽ ഏതൊക്കെയാണ് നോട്ടുകൾ? സി കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞ് ഡി, ദെൻ ഇ, ഇവിടെ സി ബി കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഒരു ലൈൻ വരച്ചു, ഇവിടെ എഫ് ജി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈൻ വന്നു, ഇവിടെ ജി എഫ്, ഇവിടെ എനിക്കൊരു 5 ലൈൻ മിഡിലായിട്ട് നമുക്ക് കാണാം. ഇൻ ഷോർട്ട് ഞാൻ പറയുകയാണെങ്കിൽ പണ്ടത്തെ റേഡിയോയില് 2 നോബ് നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു, ട്രബിളും ബേസും. അത് കഴിഞ്ഞിട്ട് വന്ന റേഡിയോയിലൊക്കെ 3 നോബ് ഉണ്ടായി. എന്താണ്? ട്രബിൾ എന്ന് പറഞ്ഞ നോബ് ഉണ്ടായിരുന്നു, മിഡ് എന്ന് പറഞ്ഞൊരു നോബ് ഉണ്ടായിരുന്നു, പിന്നെ ബേസ് എന്ന് പറഞ്ഞൊരു നോബ് ഉണ്ടായി അല്ലെ? അപ്പൊ വാട്ട് ഈസ് ദിസ് ട്രബിൾ ഡൂയിങ്? ട്രബിൾ ക്ലഫ്, അത് ഹൈ ഫ്രീക്വൻസിയിലുള്ളതിന് ഇത് ചെയ്തു. മിഡ് എന്ന് പറഞ്ഞ നോബ് എന്താ ചെയ്തത്? മിഡ് ഫ്രീക്വൻസി, ഇതിന്റെ രണ്ടിന്റെ മിഡ് ഫ്രീക്വൻസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഡ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി നമ്മൾ ഉണ്ടായത്. ബേസ് ഫ്രീക്വൻസി ബേസിനെ ബൂസ്റ്റപ്പ് ചെയ്തു. അപ്പോ ട്രബിൾ ഏരിയയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ നൊട്ടേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രബിൾ ക്ലഫ് ഉണ്ടായി. ബേസ് റേഞ്ചിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ എഴുതാൻ വേണ്ടി ഒരു ബേസ് ക്ലഫ് ഉണ്ടായതുപോലെ തന്നെ നമുക്ക് ഈ മിഡിൽ റേഞ്ചിൽ മാത്രം നോട്ട്സ് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ എഴുതാനായിട്ട് വി നീഡ് another clef. ആ ക്ലഫിന്റെ പേരാണ് ഓൾട്ടോ ക്ലഫ്. I'll just draw it here. Alto clef comes like this. ഈ ഓൾട്ടോ ക്ലഫിന്റെ വരുന്ന നോട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാൻഡ് ക്ലഫിന് നിങ്ങൾക്ക് ഓരോന്നിന്റെയും പൊസിഷനും ഓരോ നോട്ടുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ട്രബിൾ ക്ലഫിന്റെ ഈ ലൈനിന്റെ സ്വരം എന്തായിരിക്കും? ഏതായിരിക്കും നോട്ട്? ദിസ് ഈസ് ഇ. ആൻഡ് ദിസ് സ്പേസ് ഞാൻ ഇവിടെ ഇപ്പുറത്തായിട്ട് ഞാൻ എഴുതാം, കുറച്ചും കൂടി നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഈ ലൈൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ഇ. ദിസ് സ്പേസ് ഈസ് and write it here. This line is E. This space is F. This line is G. This space is A. This is B. This is C. This is D. This is E. And this is F. Now, ഇതിനകത്ത് G, A, B, C, D, E, F, G, A, this space becomes B, and this becomes middle C, and this space becomes D, and E. We continuous ആണ് ഇവിടുന്ന് D, E, F, G, A, B, C ഇങ്ങനെ പോകുന്നു. അപ്പോ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഈ ലൈൻ ഇവിടെ F, this is C, this is D, this is A, this is G, this is F, this is D, this is E, this is F, G. And I just wanted you to have a broad idea where is these clubs are lying on the musical, a greater music plane. ഇത് എവിടെ കിടക്കുന്നു എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വലിയൊരു ആവശ്യമാണ്. കാരണം എന്താണെന്ന് അറിയാമോ, പണ്ട് ഞാൻ ഗിറ്റാർ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ട്രബിൾ ക്ലഫ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ട്രബിൾ ക്ലഫ് പഠിച്ചു, അതിലത്തെ നോട്ട്സും കാര്യങ്ങളെല്ലാം മനസ്സിലായി. കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ പിയാനോക്കാരുടെ നൊട്ടേഷൻ കാണുന്നത്. പിയാനോക്കാരുടെ നൊട്ടേഷൻ കണ്ടപ്പോൾ സംതിങ് വേറെ എന്തോ ഒരു സാധനം കൂടെ അതിന്റെ അടിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കിയത് മേ ബി അത് ലെഫ്റ്റ് ഹാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്, അത് മറ്റത് റൈറ്റ് ഹാൻഡിന് വേണ്ടിയിട്ടുള്ള സംഭവം. പക്ഷെ പിന്നീടാണ് കുറെ അതിനെ പറ്റി അറിയാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇതൊരു വലിയൊരു മ്യൂസിക് പ്ലെയിനില്
അതിന്റെ പൊസിഷനിങ് ആണ് നോട്ടുകളുടെ. ഓരോ നോട്ടുകൾ ഇപ്പൊ നമുക്ക് ഒരു വലിയൊരു സിംഫണി അല്ലെങ്കിൽ ഒരു വലിയൊരു ഓർക്കസ്ട്ര നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഓരോ നോട്ടുകളെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സിംഫണിയുടെ ഒക്കെ ഒരു നൊട്ടേഷൻ, ഒരു ഫുൾ എല്ലാ ഓർക്കസ്ട്രയും നൊട്ടേഷൻ നമ്മൾ കാണാൻ സാധിക്കും. ഓരോ ഫ്രീക്വൻസീസ്, അവിടെ ഇവിടെ ഒരു ഫ്രീക്വൻസി നടക്കുമ്പോൾ അവിടെ ഒരു ഫ്രീക്വൻസി, അപ്പൊ ഇതിങ്ങനെ ഒരു ഭയങ്കര പ്ലേ ആണ് നടക്കുന്നത്. ഈ വലിയൊരു മ്യൂസിക് പ്ലെയിനില് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള മ്യൂസിക്കിന്റെ ഒന്നിച്ചുള്ള ഒരു ഡ്രാമ നമ്മൾ ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ ഒരു മ്യൂസിക്കിനെ ഈ തരത്തിൽ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. വാട്ട് ഈസ് ക്ലഫ്? ക്ലഫ് എന്ന് പറയുന്നത് എന്താണ്? ക്ലഫ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സിമ്പിൾ ആണോ? അതല്ല. ഈ വലിയൊരു മ്യൂസിക് പ്ലെയിനിൽ ഒരു മ്യൂസിക്കൽ നോട്ട് എവിടെ കിടക്കുന്നു എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു അടയാളമാണ്. അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്ന നമുക്ക് നമ്മളൊരു വഴി കൂടെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമുക്കൊരു വഴിക്കല്ല് എന്ന് പറയും, നമുക്ക് ഇത് ഇന്ന സ്ഥലം എത്തി എന്ന് നമ്മൾ കാണിക്കുന്ന രീതി എന്ന് പറയുന്ന പോലത്തെ അടയാളം കാണിച്ചു തരുന്ന ചില സിമ്പിളുകളാണിത്. നമ്മൾ നൊട്ടേഷനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരു മ്യൂസിക്കൽ നൊട്ടേഷനകത്ത് പല പല കാര്യങ്ങളുണ്ട്. അതായത് സ്കോർ, ഒരു മ്യൂസിക് നമ്മൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ സ്കോർ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ക്ലഫ്, അതുപോലെ തന്നെ ടൈം സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, കീ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, ടെമ്പോ. അപ്പൊ ഒരു മ്യൂസിക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് എങ്ങോട്ടാ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ആരാണ് ഇത് വായിക്കേണ്ടത്, അതിന് ഫുൾ കാര്യങ്ങൾ അതിന്റെ തുടക്കത്തിൽ തന്നെ പലപ്പത്തും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു അണ്ടർസ്റ്റാൻഡ്. എന്താ പറയുക, മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഓഷൻ, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇൻഫർമേഷൻസ് ആണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. അപ്പോ എനിക്ക് തോന്നുന്നു ഇതുവരേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് മീ an idea and I can കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതിൽ നിന്നും ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. മേ ബി നമുക്ക് അടുത്ത നെക്സ്റ്റ് സെഷനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം. ഇതുവരെയും പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് മെസ്സേജ്, ചാറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് എഴുതാം. ഐ വിൽ അഡ്മിൻ മാത്രമുള്ളത് ഓപ്ഷൻ ഞാൻ മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യാം. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഓൾ യുവർ ഡൗട്ട്സ് ദെയർ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ക്ലിയർ ഓഫ് ചെയ്യുകയും ചെയ്യാം. എന്താണെങ്കിലും I really enjoyed being with you. എനിക്കും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ നമ്മുടെ മുൻപിൽ കുട്ടികൾ ഉണ്ടാവും, അവരുടെ ഒരു റെസ്പോൺസ്, അവർ അപ്പൊ തന്നെ ഡൗട്ട്സ് ചോദിക്കുന്നു, ക്ലിയർ ചെയ്യുന്നു. ആ രീതിയിൽ നിന്നും മാറി മുൻപിൽ എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഐ നോ ദർ ആർ സോ മെനി പീപ്പിൾ വാച്ചിങ് ദിസ്. അപ്പോ ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. I think good things will come out of this, I believe. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ടുകൾ നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ഇടുക. അപ്പോൾ അടുത്ത സെഷൻ ഞാൻ ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് ഇതിന്റെ ബാക്കി സെഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് സെഷൻ. ഒത്തിരി നന്ദി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിനും എല്ലാം അവസാനം വരെ നിങ്ങൾ നിന്നതിനെല്ലാം നന്ദി പറയുന്നു. ഒപ്പം ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാൻ സാധിച്ചതിൽ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. സ്റ്റേ സേഫ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.